വിശ്വസിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ചില പട്ടണങ്ങളാണ് കൊറാസിൻ, ബത്സയിദ, കഫർന. കാരണം ഈശോ ഇതുപോലെ സ്നേഹിക്കാനുള്ള കാരണം അതുപോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ഒരു പട്ടണങ്ങളിൽ ഈശോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം അത്ഭുതങ്ങൾ കണ്ടിട്ടും ഒരു മാനസാന്തരമോ അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമോ കാണാത്ത ഒരവസ്ഥ അവരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഈശോയുടെ മനസ്സിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. പലപ്പോഴും നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്, കർത്താവ് ഈ ഒരു നഗരങ്ങളെ ശപിക്കുകയാണോന്ന്. ഇത് സ്നേഹത്തോടെ ഉള്ള ഒരു തിരുത്തലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വീണ്ടും കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനും മനസ്സിലാക്കാനും ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വചനഭാഗത്തിലൂടെ പറഞ്ഞു വയ്ക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ നീ ഇടപെടണം, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. എൻ്റെ കഴിവുകൾക്ക് ഒരു പരിധിയുണ്ട്. പലപ്പോഴും അതൊക്കെ പരാജയപ്പെട്ടു പോകുമ്പോൾ കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഏറെ ഒരു ശക്തിയും ബലവും ഒക്കെ കിട്ടുന്നത് വിശ്വാസത്തോടെ കർത്താവിന് അല്ലെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകും, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കർത്താവിന് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമ്മൾ നേരിട്ടും അല്ലാതെയും ഒക്കെ കാണുന്നുണ്ട്. പറഞ്ഞു കേട്ടുമൊക്കെ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇത്രമാത്രം അത്ഭുതങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചിട്ടും ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മാറ്റി നിർത്തുകയും മറ്റുള്ള കാര്യങ്ങളിൽ ലൗകികമായ വ്യഗ്രതകളിലൊക്കെ നമ്മൾ മുഴുകിപ്പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വചനം നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതായത് ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് ദൈവമേറെ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ പോട്ടെ, ഒത്തിരി ദൈവവിശ്വാസമൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒത്തിരിയേറെ അബദ്ധ ചിന്താഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം എവിടെ തകരുന്നുവോ അത് ബാക്കിയുള്ള എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളെയും അത് ശക്തമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ആത്മീയ ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ശക്തമായിട്ട് ഇടപെട്ട അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നൊരു അനാസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഏറെ പരിശ്രമിക്കേണ്ട കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനാസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ആളുകളുടെ ഒരു അനാസ്ഥ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. ഇങ്ങനെയൊരു ദുരന്തമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാതെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഇതാണ് ദൈവം ഏറെ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ തകർച്ചകളോ വേദനകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും കാരണം ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പഴിയും ദൈവത്തിലേക്ക് വെക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അതിനൊക്കെ വിരാമമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ ജീവിതത്തെ ഏറെ ധന്യമാക്കുക എന്നുള്ളത് അത് എൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. അതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ സ്വീകരിക്കുന്ന അത്ഭുതകരമായ നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, കർത്താവേ, നിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ, നിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമായിട്ട് കരുതി നിന്നെ സ്നേഹിക്കുവാനും നിന്നോട് ചേർന്നിരിക്കുവാനും കർത്താവെ കൃപ തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ ഈ ഒരു വലിയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് ആഴമായ ദൈവാനുഭവം ഓരോ നിമിഷവും അനുഭവിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട എല്ലാ കൃപകളും ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.